Hi everyone. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് NTA NET ആസ്പിറൻസിന്റെ ഒരു ബിഗിനേഴ്സ് ഗൈഡ് ആണ്. അതായത് NTA NET ഇംഗ്ലീഷിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, അത് എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പോയത്. അതിൽ നമ്മൾ ഓരോ മൊഡ്യൂൾസും, അതായത് NTA NETന്റെ സിലബസ് എടുത്തിട്ട് അതിലെ ഓരോ മൊഡ്യൂൾസിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഏതൊരു മൊഡ്യൂൾ നമ്മൾ എടുത്താലും ആ മൊഡ്യൂളിൽ ഓരോ പീരിയോഡിക്കൽ ഡിവിഷൻ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഓരോ പീരിയഡ്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി റൈറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പോകുന്നത്. ഇതിന് ശേഷവും അടുത്ത വീഡിയോകളിലും നമ്മൾ അങ്ങനെ തന്നെയുള്ള ഒരു പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ജോൺ മിൽട്ടൺ ആണ്. സോ you might be familiar with John Milton. John Milton 1608 to 74 വരെയായിരുന്നു ജോൺ മിൽട്ടൻ്റെ ഒരു പീരിയഡ് എന്ന് പറയുന്നത്. നമ്മൾ ജോൺ മിൽട്ടൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിലോട്ട് കയറുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മിൽട്ടൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. ഷേക്സ്പിയറിനെ പോലെ തന്നെ, അല്ലെങ്കിൽ ഷേക്സ്പിയറിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള, സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു റൈറ്ററാണ് ജോൺ മിൽട്ടൺ. നമ്മുടെ LMS പ്ലാറ്റ്ഫോമിൽ 4 to 5 വീഡിയോസ് ആയിട്ടാണ് നമ്മൾ മിൽട്ടൻ്റെ വർക്ക്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അദ്ദേഹം എഴുതിയിട്ടുള്ള പോയട്രി കളക്ഷൻസിന് ആ ഒരു ഇമ്പോർട്ടൻസും ഉണ്ട്, ആ ഒരു ഡെപ്ത് ഉണ്ട്. സോ ഒരു 4 to 5 വീഡിയോസിലൂടെയായിരുന്നു ജോൺ മിൽട്ടൺ LMSൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആ ഒരു വീഡിയോസിനെ ഒന്ന് ക്ലബ് ചെയ്ത് പാരഡൈസ് ലോസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ബ്രീഫ് സെഷനാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് പാരഡൈസ് ലോസ്റ്റിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ ഏതെല്ലാം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയേഴ്സിൽ പാരഡൈസ് ലോസ്റ്റിൽ നിന്നും ജോൺ മിൽട്ടനെ കുറിച്ചും ചോദിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു ഐഡിയയും കിട്ടും. സോ ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ യുവർ സെൽഫ്, നിങ്ങൾ നെറ്റിന് വേണ്ടിയിട്ട് സ്വയം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പോലും ഈ ഒരു പാറ്റേണിൽ നോട്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി എക്സാമിന് ബെറ്റർ ആയിരിക്കും. സോ അബൌട്ട് ജോൺ മിൽട്ടൺ. ജോൺ മിൽട്ടൺ ഞാൻ പറഞ്ഞതുപോലെ 1608 to 74 വരെയാണ് മിൽട്ടൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ആൻഡ് അബൌട്ട് മിൽട്ടൺ, നമ്മൾ മിൽട്ടനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, മിൽട്ടൺ ഒരു റിലീജിയസ് ഫ്ലക്സ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അപ്ഹീവൽ ഉള്ളൊരു ടൈമിൽ ആയിരുന്നു മിൽട്ടൻ്റെ മെയിൻ ആയിട്ടുള്ള റൈറ്റിംഗ്സ് എല്ലാം. റിലീജിയസ് ഫ്ലക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അപ്ഹീവൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സിവിൽ വാർ ആൻഡ് ഇന്റർറെഗ്നം, ആ ഒരു ടൈമാണ് മിൽട്ടൻ്റെ ടൈം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ടൈമിൽ ബി എ പ്യൂരിറ്റൻ, നമ്മൾ പ്യൂരിറ്റൻ ആണോ, കാത്തലിക് ആണോ, പ്രൊട്ടസ്റ്റന്റ് ആണോ, പ്യൂരിറ്റൻ ബിലീവർ ആണോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എക്സ്ട്രീം ആയിട്ട് കോംപ്ലക്സ് ആയിട്ടും അതുപോലെ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടും നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റിലുമായിരുന്നു ഈ ഒരു സിവിൽ വാർ ആൻഡ് ഇന്റർറെഗ്നം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സമയത്താണ് ജോൺ മിൽട്ടൺ എഴുതുന്നത്. ആൻഡ് ജോൺ മിൽട്ടൺ എന്ന് പറയുന്നത് ഒരു കാത്തലിക് ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണെങ്കിൽ പോലും ഒരു പെർഫെക്റ്റ് പ്യൂരിറ്റനിസം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് പ്യൂരിറ്റൻ, നമുക്കറിയാം സിവിൽ വാർ ആൻഡ് ഇന്റർറെഗ്നമിൻ്റെ സമയത്ത് തിയേറ്റർ ബാൻ ഒക്കെ വരുന്ന സമയത്ത് പോയട്രി മാത്രമായിരുന്നു ഒരു ലിറ്റററി എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മിൽട്ടൻ്റെ മോസ്റ്റ് ഓഫ് ദി റൈറ്റിംഗ്സ് എന്ന് പറയുന്നതും പോയട്രി തന്നെയാണ്. ആൻഡ് മിൽട്ടൻ്റെ ഏറ്റവും വലിയൊരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ജോൺ ഡൺ ആണ്. കാരണം ജോൺ ഡൺ എന്ന് പറയുന്നത് മിൽട്ടൻ്റെ സ്കൂളിലെ ഡീൻ ആയിരുന്നു. സോ ജോൺ ഡണ്ണും ജോൺ ഡണ്ണിൻ്റെ റൈറ്റിംഗ്സും എല്ലാം ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് മിൽട്ടനും വരുന്നത്. ആൻഡ് മിൽട്ടനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, മിൽട്ടൺ വാസ് കോൾഡ് ആസ് ദ ലേഡി ഓഫ് ക്രൈസ്റ്റ്. കാരണം മിൽട്ടൺ ക്രൈസ്റ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം മിൽട്ടൻ്റെ ഫീച്ചേഴ്സ്, നിങ്ങൾ മിൽട്ടൻ്റെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് എവിഡൻ്റ് ആണ്. മിൽട്ടൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ലോങ് ഹെയർ ആണ്. ആൻഡ് ഹീ ഹാവ് ദിസ് ഫെമിനൈൻ ലുക്ക്. ആകെ ഒരു ഫെമിനൈൻ ലുക്ക് ഉള്ള ഒരാളായിരുന്നു മിൽട്ടൺ. അതുകൊണ്ട് തന്നെ മിൽട്ടൻ്റെ നിക് നെയിം ആയിരുന്നു ലേഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ഇത് NTAക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ബിക്കോസ് ദിസ് വാസ് എ ഫേമസ് നിക് നെയിം ഓഫ് മിൽട്ടൺ. ആൻഡ് അതുപോലെ തന്നെ
നമ്മൾ പറഞ്ഞു മിൽട്ടൺ എന്ന് പറയുന്നത് കാത്തലിക് ഫാമിലിയിലെയാണ്, പക്ഷേ ഒരു ആർഡന്റ് പ്യൂരിറ്റൻ ബിലീവർ ആയിരുന്നു. സോ ഹീ ഓൾസോ കൺസിഡേർഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയുന്നത് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം, അല്ലാതെ ഒരു യൂത്തിനെ അല്ലെങ്കിൽ ഒരു അഡൽട്ടിനെ കറപ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു എൻ്റർടൈനർ ആയിരിക്കരുത് ലിറ്ററേച്ചർ എന്ന് നിർബന്ധമുള്ള ഒരാളായിരുന്നു മിൽട്ടൺ. അതുകൊണ്ട് തന്നെ മിൽട്ടൻ്റെ റൈറ്റിങ്സിൽ നിന്ന് വളരെ വ്യക്തമാണ് അതിൻ്റെ എല്ലാ തീംസ് എന്ന് പറയുന്നതും റിലീജിയസ് ആയിട്ടുള്ളൊരു തീംസ് ആണ്. സോ അപ്പോൾ മിൽട്ടൻ്റെ മെയിൻ ആയിട്ടുള്ള തീംസ് നമ്മൾ മിൽട്ടൻ്റെ എല്ലാ പോംസ് എടുത്തിട്ടും ഈവൻ ഇൻക്ലൂഡിങ് പാരഡൈസ് ലോസ്റ്റ് ആണെങ്കിൽ പോലും ഏതൊരു പോം എടുത്താലും അതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് ഒരു പ്യൂരിറ്റൻ ബിലീഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഹോളി ബൈബിളിനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള റൈറ്റിങ്സ് ആയിരിക്കും. പിന്നെ മിൽട്ടനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മിൽട്ടൻ്റെ യൂറോപ്യൻ ട്രിപ്പിൽ വെച്ചിട്ട് മിൽട്ടൺ പരിചയപ്പെടുന്ന ഒരാളാണ് ഗലീലിയോ. ആൻഡ് മിൽട്ടൺ എക്സ്ട്രീംലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഗലീലിയോ. മിൽട്ടൻ്റെ ഏറ്റവും, അതായത് മിൽട്ടൻ്റെ മാഗ്നം ഓപ്പസ് എന്ന് നമ്മൾ പറയുന്ന പാരഡൈസ് ലോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ കണ്ടംപററി ആയിട്ടുള്ള ഒരാളുടെ റെഫറൻസ് മാത്രമേ ഉള്ളൂ, അത് ഗലീലിയോയുടെയാണ്. ആൻഡ് ദിസ് വാസ് ഓൾസോ ആസ്ക്ഡ് ഫോർ എ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് പാരഡൈസ് ലോസ്റ്റിനെ കുറിച്ച് ഉള്ള ഒരു ബ്രീഫ്, ഒരു ഡീറ്റെയിൽഡ് ആണ് ബട്ട് ബ്രീഫ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. കാരണം മിൽട്ടൺ എന്ന് പറയുന്നത് ആസ് ഐ സെഡ് ഏർലിയർ നമ്മൾ 4-5 വീഡിയോസിലൂടെ മാത്രമേ മിൽട്ടൻ്റെ ബാക്കിയുള്ള വർക്ക്സ് എല്ലാം നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ടുഡേ വി ആർ ടേക്കിംഗ് ഹിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് പാരഡൈസ് ലോസ്റ്റ്. സോ അതിനു മുന്നേ ഓർത്തിരിക്കുക, മിൽട്ടൻ്റെ യൂറോപ്യൻ ട്രിപ്പിൽ മിൽട്ടൺ പരിചയപ്പെട്ട ഒരാളാണ് ഗലീലിയോ. സോ ദർ വാസ് എ ക്വസ്റ്റ്യൻ ഇൻ July 2018. Who is the only one of Milton's contemporaries to be mentioned by name in Paradise Lost? Who is the only one of Milton's contemporaries to be mentioned by name in Paradise Lost? Paradise Lostൽ പേര് വെച്ച് റെഫർ ചെയ്തിട്ടുള്ള ഒരേ ഒരു കണ്ടംപററി ആണ് മിൽട്ടൻ്റെ ഉള്ളത്, അതാരാണ്? ആൻഡ് ദി ഓപ്ഷൻസ് ആർ ഫ്രാൻസിസ് ബേക്കൺ, ജോഹാൻസ് വെർമിയർ, ഗലീലിയോ ആൻഡ് കിങ് ചാൾസ്. സോ വി നോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3, ഗലീലിയോ. മിൽട്ടൻ്റെ യൂറോപ്യൻ ട്രിപ്പിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്ന ആളാണ് ഗലീലിയോ. ഈ ഗലീലിയോയിൽ നിന്ന് ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ആയതുകൊണ്ടാണ് ഗലീലിയോനെ മാത്രം ഹീ കൺസിഡർ ടു ബി എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് സയൻസ് ഡ്യൂറിങ് ദാറ്റ് ടൈം. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ പാരഡൈസ് ലോസ്റ്റിലോട്ട് കയറുന്നതിന് മുന്നേ എനിക്ക് നിങ്ങൾ ഓർത്തിരിക്കേണ്ട വേറൊരു 2 വർക്ക്സ് എന്ന് പറയുന്നത് എൽ അലിഗറോ ആൻഡ് എൽ പെൻസറോസോ ആണ്. സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോട്ട്സ് LMS പ്ലാറ്റ്ഫോമിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എൽ അലിഗറോ ആൻഡ് എൽ പെൻസറോ, ദീസ് 2 ബുക്സ് ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ദേ ടുഗെദർലി ആർ നോൺ ആസ് കമ്പാനിയൻ പോംസ്, അതായത് മിൽട്ടൻ്റെ കമ്പാനിയൻ പോംസ്, ഒന്നിച്ച് പബ്ലിഷ് ചെയ്ത പോംസ് എന്നറിയപ്പെടുന്നത് എൽ അലിഗറോ ആൻഡ് എൽ പെൻസറോസോ ആണ്. സോ ദിസ് വാസ് ഓൾസോ എ ക്വസ്റ്റ്യൻ. Which of the following are companion poems? Gypsy songs and sonnets, El Allegro and El Penseroso, The Good Morrow and Sun Rising, Full Fathom 5 and Hark Hark the Lark. So we know the answer is Allegro and Penseroso. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം ഇവിടെ ആഡ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിൽട്ടനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പം പാരഡൈസ് ലോസ്റ്റും മാത്രമല്ല മിൽട്ടൻ്റെ എല്ലാ വർക്ക്സും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. പാരഡൈസ് ലോസ്റ്റ് ബാക്കിയുള്ള വർക്ക്സിനേക്കാളും ഒരു പടി മേലെയാണ്, ബട്ട് സ്റ്റിൽ ലിസീരിയസ് അങ്ങനെയുള്ള ബാക്കി വർക്ക്സും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ മിൽട്ടന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും യു ഹാവ് ടു ലുക്ക് അറ്റ് ഓൾ ദി ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് റിട്ടേൺ ബൈ മിൽട്ടൺ. So the answer is option 2, El Allegro and El Penseroso. And now let's look at the magnum opus of John Milton. അതായത് മിൽട്ടൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, മിൽട്ടൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, മോസ്റ്റ് ക്രിട്ടിക്കലി റെഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ പാരഡൈസ് ലോസ്റ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ഫാക്ച്വൽ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പാരഡൈസ് ലോസ്റ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അത് പാരഡൈസ് ലോസ്റ്റിൻ്റെ ബയോഗ്രഫിക്കൽ പാരഡൈസ് ലോസ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ഇൻസൈഡ് ദ ടെക്സ്റ്റ്, അതായത് ഏത് ബുക്കിലാണ് ഇന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പാരഡൈസ് ലോസ്റ്റിനെ കുറിച്ച് ബാക്കിയുള്ള റൈറ്റേഴ്സ് പറഞ്ഞിട്ടുള്ള ക്രിട്ടിക്കൽ കമൻസ് ചോദിച്ചിട്ടുണ്ട്. സോ അങ്ങനെ പാരഡൈസ് ലോസ്റ്റ് ആണ് നമ്മുടെ ടോപ്പിക് എങ്കിൽ യു ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം എനിവെയർ. സോ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്നത്. സോ പാരഡൈസ് ലോസ്റ്റിനെ നിങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് യു ഹാവ് ടു
ടു നോ ദി പ്ലോട്ട് ഓഫ് ദി വർക്ക്. ആ ഒരു സ്റ്റോറിയുടെ പ്ലോട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്ലോട്ട് അറിയുമ്പോൾ തന്നെ അതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഏതൊക്കെ ബുക്കിലാണ് അപ്പിയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയണം. 2, അതിൻ്റെ ഫാക്ച്വൽ ഡീറ്റെയിൽസ്, അത് ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്തത്, എത്ര ബുക്സ് ആയിട്ടാണ് പബ്ലിഷ് ചെയ്തത്, അങ്ങനെയുള്ള ഫാക്ച്വൽ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് ദ റെഫറൻസ് ഓഫ് ഗലീലിയോ, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. പിന്നെ അതിനുശേഷം ഈ ബുക്കിൻ്റെ ഒരു സ്റ്റോറി അറിയണം. അതായത് ഓരോ ബുക്കിലും എന്ത് സ്റ്റോറിയാണ് സംഭവിക്കുന്നത്, ഈ സ്റ്റോറി ഏത് ബുക്കിലാണ് വരുന്നത്, ഈ ക്യാരക്ടർ ഏത് ബുക്കിലാണ് അപ്പിയർ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻടെക്സ്റ്റ് അനാലിസിസും നമുക്ക് അറിഞ്ഞിരിക്കണം. ആൻഡ് ഫൈനലി പാരഡൈസ് ലോസ്റ്റിനെ കുറിച്ചിട്ട് ആരൊക്കെയാണ് പറഞ്ഞിട്ട്, വില്യം ബ്ലേക്ക് എന്താണ് പറഞ്ഞേക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ പാരഡൈസ് ലോസ്റ്റ്, ജോൺ മിൽട്ടൺ. ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ഇൻട്രൊഡക്ഷൻ ടു പാരഡൈസ് ലോസ്റ്റ്. സോ ഇതിൻ്റെ ഫസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് 1667 പബ്ലിഷ് ചെയ്യുന്നത്. സോ റിമെമ്പർ ദി ഇയർ 1667. ഓക്കെ, പാരഡൈസ് ലോസ്റ്റ് 1667 പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് 1667 ഇത് പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കും ഇത് 10 ബുക്സ് ആയിട്ടാണ്, അതായത് ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3 എന്ന് പറയുന്ന പോലെ ബുക്ക് 1 to ബുക്ക് 10 ആയിട്ട് 10 ബുക്സിലായിരുന്നു 1667 പാരഡൈസ് ലോസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് അതിനുശേഷം 1674 ഇതിൽ കുറച്ച് തിരുത്തലുകളെല്ലാം വരുത്തി 12 ബുക്സ് ആയിട്ട് 1674 റീപബ്ലിഷ് ചെയ്തു. അപ്പോൾ ഈ 2 ഇയറും നിങ്ങൾ ഓർത്തിരിക്കണം, 1667 1674. 1667 10 ബുക്സ് ആയിരുന്നു, 1674 12 ബുക്സ് ആണ്. 12 ബുക്സ് ആക്കാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് വെർജിലിൻ്റെ എനിയഡിൻ്റെ ഫോർമാറ്റിലായിരുന്നു. അപ്പോൾ എനിയഡ് എന്ന് പറയുന്നത് 12 ബുക്സ് ആണ്. സോ ഇതും ഒരു 12 ബുക്സ് ആകാനായിട്ടുള്ള ഉള്ള ബുക്സ് തന്നെ സ്പ്ലിറ്റ് ആക്കിക്കൊണ്ട് 12 ബുക്സ് ആയിട്ടായിരുന്നു 1674 പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് അടുത്ത് നിങ്ങൾ ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാരഡൈസ് ലോസ്റ്റ് എഴുതിയിരിക്കുന്നത് ബ്ലാങ്ക് വേഴ്സിലാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പാരഡൈസ് ലോസ്റ്റ് എഴുതിയിരിക്കുന്നത് ബ്ലാങ്ക് വേഴ്സിലാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. 1667 10 ബുക്സ്, 1674 12 ബുക്സ് ഇൻ മാനർ ഓഫ് വെർജിൽസ് എനിയഡ് ആൻഡ് എപ്പിക് പോയം ഇൻ ബ്ലാങ്ക് വേഴ്സ്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ഇയറിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. This is the question. In June 2020, there was this question: who was Milton's model when he recast the first edition of Paradise Lost in 10 books to 12 books of the second edition? അതായത് 1667 10 ബുക്സ് 1674 12 ബുക്സിലോട്ട് മാറ്റിയപ്പോഴത്തേക്കും ആരായിരുന്നു മിൽട്ടന്റെ മോഡൽ എന്ന് പറയുന്നത്? സോ വി ഹാവ് ലൂക്കാൻ, ഒവിഡ്, വെർജിൽ ആൻഡ് ഹോമർ. സോ വി നോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3 വെർജിൽ. കാരണം വെർജിലിന്റെ എനിയഡിന് 12 ബുക്സ് ആണ്. ആ ഫോർമാറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ മോഡൽ ചെയ്തിട്ടാണ് പാരഡൈസ് ലോസ്റ്റും 12 ബുക്സ് ആയിട്ട് മാറുന്നത്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3, ദാറ്റ് ഈസ് വെർജിൽ. സോ നൗ ലെറ്റ്സ് കം ബാക്ക് ടു ദി പോം. സോ ദി പോം, ഇതിൻ്റെ ഒരു ജനറൽ ഐഡിയ എന്ന് പറയുന്നത് ഫോൾ ഓഫ് മാൻ. അതാണ് ഇതിൻ്റെ പ്രൈമറി തീം എന്ന് പറയുന്നത്, ഫോൾ ഓഫ് മാൻ. ഫോൾ ഓഫ് മാൻ നമുക്കറിയാം, അത് ഹോളി ബൈബിളിൽ ജെനസിസിലുള്ള ഒരു ടോപ്പിക്കാണ്, അതായത് ക്രിയേഷൻ ഓഫ് മാൻ. ആൻഡ് അതായത് ആദത്തിൻ്റെയും ഹവ്വായുടെയും സൃഷ്ടി, അവരുടെ ക്രിയേഷൻ തൊട്ട് എങ്ങനെയാണ് അവരെ സേറ്റൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ദൈവം കഴിക്കരുത് എന്ന് പറഞ്ഞ ഒരു പഴം അവർ കഴിക്കുന്നത്, അങ്ങനെ അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദി ഫോൾ ഓഫ് മാൻ. ഓക്കെ, ദേ വർ വൺസ് ഇൻ പാരഡൈസ്ഡ് ആൻഡ് ഹൗ they are sent out from this paradise. അതിനെയാണ് നമ്മൾ ഫോൾ ഓഫ് മാൻ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു തീം എന്ന് പറയുന്നത്. സേറ്റൻ എങ്ങനെയാണ് ഒരു ഫോളൻ ഏഞ്ചൽ ആയത്, എങ്ങനെയാണ് സേറ്റൻ ആഡത്തിനെയും ഈവിനെയും കൺവീൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ ഗാർഡൻ ഓഫ് ഈഡനിൽ നിന്ന് അവരെ പുറത്താക്കുന്നത്, അങ്ങനെയാണ്. സോ ബുക്ക് 1 ബിഗിനിങ്ങിൽ തന്നെ മിൽട്ടന്റെ പ്രൈമറി കൺസേൺ പറയുന്നുണ്ട്, ദാറ്റ് ഈസ് ടു ജസ്റ്റിഫൈ ദ വേസ് ഓഫ് ഗോ ടു മെൻ. അതായത് ദൈവത്തിന്റെ പദ്ധതികൾ എന്താണെന്ന് മനുഷ്യരോട് എക്സ്പ്ലെയിൻ ചെയ്യുക. അതാണ് മിൽട്ടൺ ഇവിടെ എടുത്തിരിക്കുന്ന മിൽട്ടന്റെ മെയിൻ ആയിട്ടുള്ളൊരു തീം എന്ന് പറയുന്നത്, ജസ്റ്റിഫൈ ദ വേസ് ഓഫ് ഗോ ടു മെൻ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പാരഡൈസ് ലോസ്റ്റിൻ്റെ ഒരു ബുക്ക് പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ യു വുഡ് ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് ഏതൊക്കെ സംഭവങ്ങളാണ് ഏതൊക്കെ ബുക്കിലാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ യു ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ലൈക്ക്, ഇപ്പം ഒരു
ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇത് ഏത് ബുക്കിലാണ് സംഭവിക്കുന്നത്. അപ്പം ഈ ഒരു പ്ലാൻ അറിഞ്ഞിരിക്കുവാണെങ്കിൽ യു ക്യാൻ ഈവൻ ഗെസ് അബൌട്ട് വാട്ട് ബുക്ക് ഇറ്റ് ഹാപ്പൻസ്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ട്രൈ ടു ഹാവ് ദിസ് ഇൻ യുവർ മൈൻഡ്. ഈ ഒരു പാരഡൈസ് ലോസ്റ്റിൻ്റെ ഒരു ബുക്ക് പ്ലാൻ എപ്പോഴും അറിഞ്ഞിരിക്കുക. യു ക്യാൻ ആൻസർ മെനി ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ എക്സ്പെക്റ്റഡ് ഫ്രം ഇറ്റ് ഇഫ് യു നോ ദിസ് ബുക്ക് പ്ലാൻ. അപ്പം നമുക്ക് നോക്കാം. നമ്മൾ 12 ബുക്സ് 1674 പ്ലാനാണ് നമ്മൾ ചെയ്യുന്നത്. സോ ബുക്ക് 1 Satan and his followers build their house of parliament called Pandemonium. So book 1 begin ചെയ്യുന്നത് തന്നെ ഒരു മീഡിയ റെസിലാണ്. അതായത് ഒരു കാര്യം സംഭവിക്കുന്നതിൻ്റെ പകുതിക്ക് വെച്ചിട്ടാണ്. സേറ്റൻ ഒരു ഫോളൻ ഏഞ്ചലായി സേറ്റനെ ഹെല്ലിലോട്ട് വിട്ടു. ആൻഡ് ഹെല്ലിൽ സേറ്റനും സേറ്റൻ്റെ ബാക്കിയുള്ള റെവല്യൂഷണറി ആയിട്ടുള്ള ബാക്കിയുള്ള ഏഞ്ചൽസ് എല്ലാവരും കൂടി അവരൊരു പാർലമെന്റ് ഉണ്ടാക്കുവാണ്. ആൻഡ് ആ പാർലമെന്റിന്റെ പേരാണ് പാൻഡിമോണിയം. സോ ഇവർ ഈ പാർലമെന്റ് ഉണ്ടാക്കുന്നു. ആൻഡ് ബുക്ക് 2 സേറ്റൻ എങ്ങനെയാണ് ദൈവത്തിനോട് റിവെഞ്ച് ചെയ്യേണ്ടത്, കാരണം ദൈവമാണ്, ഗോഡാണ് സേറ്റനെ താഴോട്ട് പറഞ്ഞു വിട്ടത്. സോ സേറ്റൻ എങ്ങനെയെങ്കിലും റിവെഞ്ച് ചെയ്യണം, സേറ്റൻ എങ്ങനെയെങ്കിലും ഹെവൻ തിരിച്ചു പിടിക്കണം. സോ എങ്ങനെയാണ് ദൈവത്തോട് റിവെഞ്ച് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് സേറ്റനും ബാക്കിയുള്ള ഏഞ്ചൽസും ഫോളൻ ഏഞ്ചൽസും തമ്മിലുള്ള ഒരു ഡിബേറ്റ് ഈ പാൻഡിമോണിയത്തിൽ വെച്ച് നടക്കുന്നതാണ് ബുക്ക് 2 മെയിൻ തീം എന്ന് പറയുന്നത്. ഇനി ബുക്ക് 3 എന്ന് പറയുന്നത് ഗോഡിന്റെ പെർസ്പെക്റ്റീവിലാണ്. കാരണം ബുക്ക് 1 സേറ്റൻ ഫോളൻ ആവുന്നതും ബുക്ക് 2 ഈ ഡിബേറ്റ് നടക്കുന്നതും ഫൈനലി അവർ എന്ത് കൺക്ലൂഷനിലാണ് വരുന്നത് എന്നെല്ലാം ദൈവം ഇവിടെ മുൻകൂട്ടി കാണുവാണ്. ഓക്കെ, ഗോഡ് ഇവിടെ മുൻകൂട്ടി കാണുവാണ്. ആൻഡ് ഗോഡ് സിൻസ് ഹി ഈസ് ദി മോസ്റ്റ് പവർഫുൾ ബീയിങ് ഇൻ ദ വേൾഡ്, ദൈവത്തിന് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ഇത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ആഡം ആൻഡ് ഈവ് ഈസിലി ടെംപ്റ്റേറ്റഡ് ആവും, ഇതെല്ലാം അറിയാവുന്നത് കൊണ്ട് ഹി ഈസ് സീയിങ് ഫോർ ദി ഫ്യൂച്ചർ. അതായത് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഗോഡ് ആലോചിക്കുന്നത്. ആൻഡ് ഗോഡ് മാനിന്റെ ഫോളിന് ഒരു റെമഡി അവിടെ ക്രിയേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ആൻഡ് ബുക്ക് 4 സേറ്റൻ തീരുമാനിക്കും ഗോഡിനോട് റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗോഡിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ക്രിയേഷനാണ് എർത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് രണ്ട് ആൾക്കാരാണ്, ആഡം ആൻഡ് ഈവ്. സോ അവരെ ടെംപ്റ്റ് ചെയ്യുവാണെങ്കിൽ എവറി വൺ ഹാസ് ഗോട്ട് ദിസ് ഫ്രീ വിൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് ദൈവത്തിൻ്റെ മനസ്സിൽ വരും. എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഇവരെ ടെംപ്റ്റ് ചെയ്ത് ദൈവത്തിനോട് റിവെഞ്ച് ചെയ്യാനായിട്ടാണ് സേറ്റൻ നിൽക്കുന്നത്. സോ സേറ്റൻ ഹെല്ലിൽ നിന്ന് മാറി സേറ്റൻ എർത്തിൻ്റെയും ഹെല്ലിൻ്റെയും നടുക്കോട്ടുള്ള ഒരു ലിങ്കിൽ വന്ന് നിൽക്കുവാണ്. സോ ബുക്ക് 4 ഗാർഡൻ ഓഫ് ഈഡനിൽ സേറ്റൻ എൻറ്റർ ചെയ്യുവാണ് ചെയ്യുന്നത്. പക്ഷേ ബുക്ക് 5 യു ക്യാൻ ഫൈൻഡ് ഗോഡിൻ്റെ ആർക്ക് ഏഞ്ചൽ, അതായത് റാഫേൽ ദ ഗാർഡിയൻ ഏഞ്ചൽ, ഈ സേറ്റനെ കുറിച്ചും ഇവരെന്തുകൊണ്ടാണ് പേടിക്കേണ്ടത് എന്നതിനെ കുറിച്ചുമെല്ലാം ആഡത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. കാരണം ദൈവം ഇതെല്ലാം ഫോഴ്സ് ചെയ്തിട്ടുണ്ട്. സോ റാഫേൽ ഇതെല്ലാം ആഡത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ഇങ്ങനെ ഒരു ടെംപ്റ്റേഷൻ നിങ്ങൾ ഏത് രീതിയിലാണെന്നുള്ള ടെംപ്റ്റേഷൻ അല്ല പറയുന്നത്. ആരാണ് സേറ്റൻ എന്തിനാണ് നിങ്ങളെ ടെംപ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത്, നിങ്ങൾ എന്തുകൊണ്ടായിരിക്കണം പ്രൊവോക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു റീസണിങ് ഔട്ടാണ് ഈ പറയുന്ന ബുക്ക് 5 എന്ന് പറയുന്നത്. ബുക്ക് 6 റാഫേൽ തന്നെ ആഡത്തിനും ഈവനും ഒരു വാർണിംഗ് കൊടുക്കുവാണ്. നിങ്ങളുടെ അടുത്ത് സേറ്റൻ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ സേറ്റൻ വരുവാണെങ്കിൽ നിങ്ങൾ ഏഡനിൽ നിന്ന് പുറത്താക്കപ്പെടും. സോ ജസ്റ്റ് ഡോണ്ട് ഫോൾ ഇൻ ടു ഹിസ് ട്രാപ്സ് എന്നൊക്കെയുള്ള ഒരു ഇത് പറയുവാണ്. ആൻഡ് ഇൻ ബുക്ക് 7 Raphael explains the story of creation. എങ്ങനെയാണ് എർത്ത് ഉണ്ടായത്. ഓക്കെ, the story of the creation of earth is explained in book 7. അതായത് എങ്ങനെയാണ് ഇത് ചെയ്തത്, അതുപോലെ തന്നെ ആഡം ആൻഡ് ഈവ് എങ്ങനെയാണ് ക്രിയേറ്റ് ആയത്, ഇങ്ങനെയുള്ള സ്റ്റോറീസ്, ദ സ്റ്റോറി ഓഫ് ക്രിയേഷൻ, അതാണ് ബുക്ക് 7 എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബുക്ക് 8 ആഡം റാഫേലിനോട് ചോദിക്കുന്നത് ഹെവൻലി ബോഡീസിനെ കുറിച്ചാണ്. കാരണം ആഡത്തിന് എർത്തിനെ കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ. സോ ആഡം ഈസ് എൻക്വയറിങ് അബൌട്ട് ദി ഹെവൻലി ബോഡീസ്. ആൻഡ് റാഫേൽ ആഡത്തിന് എന്തുമാത്രം മനസ്സിലാകുമോ അത്രയും കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ദ സ്റ്റോറി ഓഫ് സേറ്റൻ. ആൻഡ് ബുക്ക് 9 ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബുക്ക് ഇൻ പാരഡൈസ് ലോസ്റ്റ്. കാരണം ബുക്ക് 9 ആഡം ആൻഡ് ഈവ് ഫോൾ ഇൻ ടു ടെംപ്റ്റേഷൻ. ഓക്കെ, ബുക്ക് 9 ആഡവും ഈവും ടെംപ്റ്റേഷനിലോട്ട് വീഴുന്നത്. ആൻഡ് ബുക്ക് 10 the son of God comes down to Eden and pronounces the infliction of the punishment of man. അതായത് ബുക്ക് 9 ആഡം ആൻഡ് ഈവ് അവർ കംപ്ലീറ്റ് ആയിട്ട് ടെംപ്റ്റഡ് ആകും, അവർ പാപം ചെയ്യും. ആൻഡ് ബുക്ക് 10 സൺ ഓഫ് ഗോഡ്. ഓക്കെ, സൺ ഓഫ് ഗോഡ് അതായത് ദൈവപുത്രൻ, സൺ ഓഫ് ഗോഡ് ഏഡനിലോട്ട് വന്നിട്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പണിഷ്മെന്റ് പറയുവാണ്. പണിഷ്മെന്റ് എന്ന് പറയുന്നത് ആഡത്തിനും ഈവനും അതുപോലെ തന്നെ സേറ്റനും ഉള്ള ഒരു പണിഷ്മെന്റ് ഡിക്ലെയർ ചെയ്യുവാണ്. ആൻഡ് ബുക്ക് 11 എന്ന് പറയുന്നത്
the son intercedes the father on behalf of men. അതായത് സൺ ഇങ്ങനെ മാധ്യസ്ഥം വഹിക്കുവാണ് മനുഷ്യരുടെ പാവങ്ങൾക്കും അതുപോലെ തന്നെ ദൈവത്തിന്റെ കൽപ്പനകൾക്കും ഇടയിൽ നിന്നുകൊണ്ട് സൺ ഓഫ് ഗോഡ് മാധ്യസ്ഥം വഹിക്കുവാണ്. ആൻഡ് ബുക്ക് 12 മൈക്കിൾ കംസ്, അനദർ ആർക്കേഞ്ചൽ മൈക്കിൾ കംസ്. ആൻഡ് മൈക്കിള് ആഡത്തിനെയും ഈവിനെയും ഏഡനിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ ഈ ഉറങ്ങുന്ന ഒരു സമയത്ത് മൈക്കിള് ആഡത്തിന് ഫ്യൂച്ചർ കാണിക്കുവാണ്. ഹൗ ഡിസിൻറ്റഗ്രേറ്റഡ് ദ വേൾഡ് വുഡ് ബി, എന്തുമാത്രം മോശം കാര്യങ്ങളാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്. ബട്ട് ഫൈനലി ഹി സീസ് ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ, ഹി സീസ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് അതൊരു റെമഡിയാണ്. ഈ പറയുന്ന മോശം കാര്യങ്ങളുടെ എല്ലാം ഒരു ഫൈനൽ സൊല്യൂഷൻ ആണ് ജീസസ് ക്രൈസ്റ്റ്. ആൻഡ് ഫൈനലി ഹി ഫീൽസ് ലൈക്ക് ഓക്കെ, പുള്ളി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് കൊണ്ടാണ് ലോകത്തിന് ദ സൺ ഓഫ് ഗോഡിനെ അറിയാൻ പറ്റുന്നത് എന്നുള്ള ഒരു കോൺഫിഡൻസിൽ പുള്ളിയും ആഡമും ഈവും കൂടെ ഏഡൻ വിട്ട് പോവുകയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി ദ ബുക്ക് പ്ലാൻ. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുവാണ്. നമ്മൾ ബുക്ക് പ്ലാൻ അറിഞ്ഞിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ എക്സ്പെക്ട് സച്ച് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഇൻ വിച്ച് ബുക്ക് ഡസ് the marital fight between Adam and Eve happened. So അങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്കൊരു ബുക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. Okay, in June 2015, there was this question. In Paradise Lost, Milton presents the action of the fall of man in 2 stages in books. Okay, in Paradise Lost, Milton presents the action of the fall of man in 2 stages in books. അപ്പോൾ നമ്മൾ ഇത് ചെയ്യണം. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു ബുക്ക് പ്ലാൻ അറിഞ്ഞിരിക്കുവാണെങ്കിൽ നല്ലതാണെന്ന്. സോ ബുക്ക് 4 and 9, book 4 and 8, book 3 and 9, book 5 and 10. സോ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്ലാനിൽ നിന്ന് തന്നെ നമുക്കറിയാം the answer is option 1, that is book 4 and book 9, because it is in option 1. അതായത് book 4ലും book 9ലുമാണ് സേറ്റൻ ഏഡനിൽ കയറുന്നത്. ആൻഡ് ബാക്കിയുള്ള എല്ലാം എക്സ്പ്ലനേഷൻ മാത്രമാണ്. സോ ഫോൾ ഓഫ് മാൻ്റെ 2 സ്റ്റേജസ് നടക്കുന്നത് 2 സേറ്റൻ്റെ എൻട്രിയിലാണ്. one is in stage 4 and the other one is in one is in book 4 and the other one is in book 9. So the answer is option 1. Okay, now let's have a detailed look. So book 1 of Paradise Lost, it begins with a prologue in which Milton performs the traditional epic task of invoking the muse and stating his purpose. So book 1 തുടങ്ങുന്നത് തന്നെ ഒരു പ്രൊലോഗിലാണ്. സോ ഈ പ്രൊലോഗിൽ മിൽട്ടൺ ഒരു ട്രഡീഷണൽ ഫോമാറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. ഹി ഇൻവോക്സ് എ മ്യൂസ് സോ ദാറ്റ് ഹി വുഡ് ബി ഏബിൾ ടു കംപ്ലീറ്റ് ദി എൻറ്റയർ പോം. അങ്ങനെ ആ മ്യൂസ്, അതായത് ഇൻവോക്ക് ചെയ്യുന്ന മ്യൂസ് എന്ന് പറയുന്നത് യുറാനിയ ആണ്. പക്ഷേ യുറാനിയനെ മിൽട്ടൺ പറയുന്നത് ഹെവൻലി മ്യൂസ് എന്നാണ്. കാരണം മിൽട്ടൺ ഒരു പ്യൂരിറ്റൻ ബിലീവർ ആണ്. ഈസ് ആൻ ആർഡന്റ് ക്രിസ്ത്യൻ. സോ ഈ പറയുന്ന യുറാനിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ഗോഡസ് ആണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മാറ്റി ഹെവൻലി മ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു ക്രിസ്ത്യനൈസ്ഡ് ആസ്പെക്ട്സ് ഇവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ മിൽട്ടൺ അതിനുശേഷം, അതായത് ഈ പ്രൊലോഗിൽ യുറാനിയനെ ഇൻവോക്ക് ചെയ്തതിന് ശേഷം മിൽട്ടൺ പറയുന്നത് മിൽട്ടൺ എന്തിനെ കുറിച്ചാണ് എഴുതാൻ പോകുന്നതെന്നുള്ളതാണ്. അതായത് ഈ ഒരു പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്നതിൽ മിൽട്ടൺ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് മാൻസ് ഫസ്റ്റ് ഡിസോബീഡിയൻസ്. സോ വി നോ ആഡം ഈസ് ദ ഫസ്റ്റ് മാൻ, ഈവ് ഈസ് ദി ഫസ്റ്റ് വിമൻ. സോ ആദ്യത്തെ അനുസരണക്കേട്, കാരണം ദൈവം അവർക്ക് ഏദൻ തോട്ടം കൊടുത്തപ്പം ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു, ദറ്റ് യു ആർ നോട്ട് സപ്പോസ് ടു ഈറ്റ് ദി ഫ്രൂട്ട്സ് ഓഫ് എ സർട്ടൺ ട്രീ. അപ്പം അതായിരുന്നു അവരോട് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കൽപ്പന എന്ന് പറയുന്നത്. അപ്പം അത് എങ്ങനെയാണ് അവർ ഡിസൊബീഡ് ചെയ്തത്? അതാണ് മാൻസ് ഫസ്റ്റ് ഡിസൊബീഡിയൻസ് എഗെയിൻസ്റ്റ് ഗോഡ്. ആൻഡ് അതിൻ്റെ പരിണാമ ഫലങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ്. ദ പോം ഫോളോസ് ദി എപ്പിക് ട്രഡീഷൻ ഓഫ് സ്റ്റാർട്ടിങ് ഇൻ മീഡിയ റെസ്. നമ്മൾ ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞായിരുന്നു, പാരഡൈസ് ലോസ്റ്റ് തുടങ്ങുന്നത് തന്നെ മീഡിയ റെസ്റ്റിലാണ്. മീഡിയ റെസ്റ്റ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ, അതായത് ഇവിടെ സെയ്റ്റൻ്റെ ഫോളിലാണ് തുടങ്ങുന്നത്. അപ്പം സെയ്റ്റൻ്റെ ഫോളിന് മുന്നേ ഒരു സ്റ്റോറി ഉണ്ട്, അതിനുശേഷം ഒരു സ്റ്റോറി ഉണ്ട്. ആൻഡ് മുന്നേ ഉള്ള സ്റ്റോറി വി ആർ സീയിങ് ഇറ്റ് ഇൻ ഫ്ലാഷ് ബാക്ക്. അത് റാഫേൽ ആഡത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. സോ അതുകൊണ്ടാണ് പറയുന്നത് പാരഡൈസ് ലോസ്റ്റ് ബിഗിൻ ചെയ്യുന്നത് മീഡിയ റെസ്റ്റിലാണ്. Milton's story has 2 narrative arcs, one about Satan and the other following Adam and Eve. ഇതും ഒരു തവണ
ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വി വിൽ ഡിസ്കസ് ദാറ്റ് ക്വസ്റ്റ്യൻ ലേറ്റർ, ബട്ട് ഹാവ് ദിസ് ഇൻ യുവർ മൈൻഡ്. മിൽട്ടന്റെ സ്റ്റോറി എന്ന് പറയുന്നത് രണ്ട് നറേറ്റീവ് ആർക്കാണ്. അതായത് നമ്മൾ രണ്ട് പേരുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് നമ്മൾ ഈ എൻറ്റയർ സ്റ്റോറി, അല്ലെങ്കിൽ രണ്ട് നറേറ്റീവ് ആർക്സിൽ നിന്നാണ് ഈ എൻറ്റയർ 12 ബുക്സും ചെയ്യുന്നത്. ഒന്ന് ആഡം ആൻഡ് ഈവിൻ്റെ പെർസ്പെക്റ്റീവും മറ്റത് സെയ്റ്റൻ്റെ പെർസ്പെക്റ്റീവും. കാരണം ഒന്ന് ആഡം ആൻഡ് ഈവിൻ്റെ സ്റ്റോറിയാണ്, ഹൗ ദേ വർ ക്രിയേറ്റഡ്, വാട്ട് ടാസ്ക് ദേ വർ ഗിവൺ. ആഡം പിന്നെ എങ്ങനെയാണ് ഈവിനെ കണ്ടുമുട്ടുന്നത്, ഹൗ ദേ ഫോൾ ഇൻ ലവ് വിത്ത് ഈച്ച് അതർ, ദെയർ മാരിറ്റൽ ഫൈറ്റ്സ്, ഇതൊക്കെയാണ് ആഡം ആൻഡ് ഈവിൻ്റെ ആർക്ക്. അതുപോലെ തന്നെ സെയ്റ്റനെ കുറിച്ച് പറയുമ്പം ഹൗ ഹി ബിക്കെയിം എ ഫോളൻ ഏഞ്ചൽ, വാട്ട് വാസ് ഹി ഇൻ ദി ഹെവൻ ആൻഡ് വാട്ട് ഹി ഹാസ് ബിക്കെയിം ആൻഡ് ഹൗ ഡിഡ് ഹി ടെംപ്റ്റ് ദം. സോ ഈ രണ്ട് നറേറ്റീവ് ആർക്കിൽ നിന്നാണ് ഈ ഒരു എൻറ്റയർ സ്റ്റോറി പോകുന്നത്. In June 2015, there was this question: the opening 16 lines of Paradise Lost comprise. Opening 16 lines എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രൊലോഗാണ്. അപ്പം ഈ പ്രൊലോഗിലാണ് മാൻ്റെ ഫസ്റ്റ് ഡിസൊബീഡിയൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നതെന്നും അതുപോലെ തന്നെ യുറേനിയനെ ഇൻവോക്ക് ചെയ്യുന്നതും ഇതെല്ലാം ഈ ഒരു ഫസ്റ്റ് ലൈനിലാണ്. അപ്പോൾ ഈ ഫസ്റ്റ് 16 ലൈൻസ് എന്ന് പറയുന്നത് എത്ര സെൻറ്റൻസ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. സോ 1 sentence, 2 sentence, 3 sentence, 4 sentence. സോ റിമെമ്പർ ദി ആൻസർ ഈസ് 1 sentence. അതായത് ഈ ആദ്യത്തെ 16 ലൈൻസും, അതായത് മിൽട്ടൻ്റെ പ്രൊലോഗ്, ബുക്ക് 1-ലെ പ്രൊലോഗ് എന്ന് പറയുന്നത് 16 ലൈൻസും ഒരു ഫുൾ സ്റ്റോപ്പ് പോലും ഇല്ലാത്ത ഒരൊറ്റ സെൻറ്റൻസിലാണ് ഇത്രയും കാര്യങ്ങൾ മിൽട്ടൺ പറയുന്നത്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 1. Okay, let's move on. So അതിനുശേഷം പ്രൊലോഗിന് ശേഷം മിൽട്ടൺ ബിഗിൻസ് വിത്ത് ദി പ്ലോട്ട്. സോ പ്ലോട്ട് എന്ന് പറയുന്നത് സെയ്റ്റനും അതുപോലെ തന്നെ ബാക്കിയുള്ള റിബൽ ഏഞ്ചൽസും അവർ ഹെവൻലി വാർ, അതായത് ഹെവനിൽ നടന്നിട്ടുള്ള ഒരു വാറിൽ അവർ ഗെറ്റ് ഡിഫീറ്റഡ് ആൻഡ് ദേ ആർ ബീങ് ബാനിഷ് ഫ്രം ഹെവൻ. അവരൊരു ലൂപ്പ് ഹോൾ, അവരൊരു ഹോളിലൂടെ അവരെ താഴോട്ട് വിടുവാണ്. കാരണം ഹെവൻ ഈസ് സംവെയർ ദെയർ, ഹെൽ ഈസ് സംവെയർ ഡൗൺ ആൻഡ് എർത്ത് ഈസ് ഇൻ ബിറ്റ്വീൻ. അങ്ങനെ ആ ഒരു മിത്തിക്കൽ കൺസ്ട്രക്ഷൻ തന്നെയാണ് പാരഡൈസ് ലോസ്റ്റും പോകുന്നത്. സോ ഹെവനിൽ നിന്ന് ദേ ആർ ബീങ് ഫോൾ ഡൗൺ ടു ദി ഹെൽ ആൻഡ് അവർ ആ ഹെല്ലിലോട്ട് വീഴുന്ന സമയം, ആൻഡ് ഇറ്റ് ഈസ് ബിലീവ് ദാറ്റ് അവരുടെ ആ ഒരു ഹെവനിൽ നിന്ന് ഹെല്ലിലോട്ട് വരുന്നത് ഇറ്റ് ടുക്ക് 9 days എന്നാണ് പറയുന്നത്. സോ ആ ഒരു ഹെല്ലിൽ അവർ വന്ന് വീഴുന്നു. അവിടെയാണ് നമ്മുടെ ബുക്ക് 1 ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്നത്. ആൻഡ് ഹെല്ലിൽ അവർ വരുന്നു ആൻഡ് അവരവിടെ ഒരു ക്യാപിറ്റൽ സിറ്റി പണിയുവാണ്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് പാൻഡിമോണിയം. ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു പാർലമെന്റ് അവിടെ പണിയുവാണ് അവരുടെ ഒരു ഡിബേറ്റിന് വേണ്ടി. ബിക്കോസ് ദേ നോ ദാറ്റ് ഇനി അതാണ് അവരുടെ ലോകം, ഇനി അതാണ് അവരുടെ രാജ്യം. സോ അവിടെ ഒരു പാർലമെന്റ് പണിയുകയാണ്. ആൻഡ് ഇറ്റ്സ് നെയിം ഈസ് പാൻഡിമോണിയം. കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. ആൻഡ് അതിനുശേഷം അവർ പാൻഡിമോണിയം എല്ലാം പണിതു. അതിൻ്റെ അകത്ത് വെച്ചിട്ട് അവരൊരു ഡിബേറ്റ് നടത്തുവാണ്. അതായത് അവരെ ഹെവനിൽ നിന്ന് പുറത്താക്കിയതിന് അവരെങ്ങനെയാണ് അവെഞ്ച് ചെയ്യുക, അതായത് ദൈവത്തിനോട് അവരെങ്ങനെയാണ് റിവെഞ്ച് എടുക്കുക എന്ന് പറയുന്ന ഒരു ഡിബേറ്റാണ് ആദ്യമായിട്ട് ഈ പാൻഡിമോണിയത്തിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ലൂസിഫർ ഉണ്ട്, ബാക്കിയുള്ള ഫോളൻ ഏഞ്ചൽസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോളൻ ഏഞ്ചൽസ് ആണ് മാമൂൻ, ബെൽസിബബ്, ബിലിയാൽ, മൊലോജ്. അപ്പോൾ ഇവരെല്ലാവരും അവരവരുടെ ഒപ്പീനിയൻസ് പറയുന്നുണ്ട്. ആൻഡ് അപ്പം സെയ്റ്റന് വരുന്ന ഒരു ഐഡിയ ആണ്. കാരണം ഇവരെ പറഞ്ഞു വിട്ടതിന് ശേഷം ആ ഒരു മൂഡെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഗോഡ് ചെയ്തതായിരുന്നു എർത്തിൻ്റെ ക്രിയേഷൻ എന്ന് പറയുന്നത്. കാരണം സെയ്റ്റൻ, അതായത് ലൂസിഫർ എന്ന് പറയുന്നത് ഗോഡിൻ്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. സോ ഓഫ് കോഴ്സ് ദാറ്റ്സ് ആക്ച്വലി എ ഗ്യാപ്പ് ഫോർ ഗോഡ്. അപ്പം ആ ഒരു ഗ്യാപ്പ് നികത്താൻ വേണ്ടിയിട്ട് ഹി ബിൽഡ് ഹിസ് ന്യൂ ക്രിയേഷൻസ്. അപ്പം ലൂസിഫറിനോടുള്ളൊരു സ്നേഹവും കൂടി ഈ ന്യൂ ഒരു ക്രിയേഷൻസിൽ ഉണ്ട്. ആൻഡ് God is too kind to them. അപ്പോൾ സെയ്റ്റൻ പറയുന്നത് നമ്മൾ ഈ ന്യൂലി ക്രിയേറ്റഡ് ആയിട്ടുള്ള എർത്തും അതുപോലെ തന്നെ ഗോഡിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്രിയേഷൻ, അതാണ് മാൻകൈൻഡ്. ഗോഡാണ് എല്ലാം ക്രിയേറ്റ് ചെയ്തത്. എർത്ത് ആയാലും വേൾഡ് ആയാലും ലൈറ്റും സീയും എല്ലാം ക്രിയേറ്റ് ചെയ്തത് വേൾഡാണ്, എല്ലാം ക്രിയേറ്റ് ചെയ്തത് ഗോഡാണ്. പക്ഷേ ഗോഡിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്രിയേഷൻ എന്ന് പറയുന്നത് മാനാണ്. അപ്പം ഈ പറയുന്ന എർത്തിനെയും അതുപോലെ തന്നെ മാനിനെയും കറപ്റ്റ് ചെയ്യുവാണെങ്കിൽ ഗോഡിനോട് റിവെഞ്ച് ചെയ്യാൻ പറ്റും എന്നൊരു ഐഡിയ സെയ്റ്റൻ കൊണ്ടുവരും. ആൻഡ് അതുപോലെ തന്നെ സെയ്റ്റൻ അതിൻ്റെ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഹി മേഡ് ഹിസ് ഓഫ് സ്പ്രിങ്സ്, ദാറ്റ് ഈസ് സിൻ ആൻഡ് ഡെത്ത്. ഓക്കെ, സിൻ ആൻഡ് ഡെത്ത് എന്ന് പറയുന്ന സെയ്റ്റൻ്റെ ചിൽഡ്രൻ ആയിട്ട് വരുന്നതാണ്. ഇൻ ജൂൺ 2013 there was this question. Milton introduces Satan and the fallen angels in the book 1 of Paradise Lost. 2 of the chief devils reappear in book 2. They are: Milton introduces Satan and the fallen angels in the book 1 of Paradise Lost. 2 of the chief devils reappear in book 2. They are. അപ്പം
Moloch, Klimos, Belial and Tammuz. So the answer is Moloch and Belial. Okay, Moloch and Belial ആണ് book 1-ലും അതുപോലെ തന്നെ book 2-ലും reappear ചെയ്യുന്ന രണ്ട് characters. Answer is option 1 and 3, Moloch and Belial. Okay, so now let's move to book 3. book 3-ലാണ് അടുത്ത മ്യൂസിനെ ഇൻവോക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ അടുത്ത മ്യൂസ് എന്ന് പറയുന്നത് ഹോളി ലൈറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്രിസ്ത്യൻ ആസ്പെക്റ്റ് ഉണ്ട്. ഹോളി ലൈറ്റ് എന്ന് പറയുന്നത് വി ക്യാൻ കൺസിഡർ ഹിം ടു ബി ദി ഹോളി സ്പിരിറ്റ്, ദി തേർഡ് പോർഷൻ ഓഫ് ദി ഗോഡ്. അപ്പം ഹോളി ലൈറ്റിനെയാണ് രണ്ടാമതായിട്ട് ഇൻവോക്ക് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ഞാൻ ബുക്ക് പ്ലാനിൽ പറഞ്ഞായിരുന്നു, ബുക്ക് 3-ൽ ഗോഡ് ഫോഴ്സീവ് ആണ് ഫ്യൂച്ചർ, അതായത് സേറ്റൻ എങ്ങനെയാണ് എർത്തിനെയും മാനിനെയും കറപ്റ്റ് ചെയ്യുന്നത് ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ള റെമഡീസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഗോഡ് സീസ് സേറ്റൻ ഫ്ലൈങ് ടു എർത്ത് ആൻഡ് ഫോഴ്സീസ് ഓൾ ദി ഫ്യൂച്ചർ ഇൻക്ലൂഡിങ് ദി ഫോൾ ഓഫ് മാൻ. ദൈവം എല്ലാം കാണും. അപ്പം ദൈവത്തിന് മനസ്സിലാവും മനുഷ്യരെ തടഞ്ഞിട്ട് കാര്യമില്ല, ദാറ്റ് ഈസ് സപ്പോസ് ടു ഹാപ്പൻ. പിന്നെ ആകെ ഉള്ളൊരു വഴി എന്ന് പറയുന്നത് ഈ പറയുന്ന മാനിൻ്റെ സിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയാണ്. അപ്പോൾ അതിന് ആരെങ്കിലും സാക്രിഫൈസ് ചെയ്യണം. So God immediately asked for this question and അതിന് immediate ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് the Son of God ആണ്. So the Son of God immediately offers himself. അപ്പം ദൈവത്തിന് ഏകദേശം ഒരു പ്ലാൻ ആയി. ആൻഡ് ഇനി നമുക്ക് സെയ്റ്റൻ്റെ കേസിലോട്ട് തിരിച്ചു പോകാം. സെയ്റ്റൻ എർത്ത് കാണും. അപ്പം എർത്ത് കാണും, എർത്തിലെ ആൾക്കാരെ കാണും തോറും സെയ്റ്റൻ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ജലസ് ആവും. കാരണം സെയ്റ്റൻ അനുഭവിക്കേണ്ട കാര്യങ്ങളായിരുന്നു ഇതെല്ലാം. അല്ലെങ്കിൽ സെയ്റ്റനോട് വൺസ് ഉണ്ടായിരുന്ന ഒരു സ്നേഹം ദൈവം റീഡയറക്റ്റ് ചെയ്ത് വിട്ടതായിരുന്നു ഈ എർത്തും അതിലെ ക്രിയേഷൻസ് എന്നും പറയുന്നത്. സോ സെയ്റ്റൻ എക്സ്ട്രീം ആയിട്ട് അങ്ങ് ജലസ് ആകും. അതുപോലെ തന്നെ സെയ്റ്റൻ തീരുമാനിക്കും, ഞാൻ ഇത് എൻ്റെ ഒരു ഹ്യൂമിലിയേഷന് വേണ്ടിയിട്ട് ഞാൻ റിവെഞ്ച് എടുത്തിരിക്കും, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അവെഞ്ച് ചെയ്തിരിക്കുമെന്ന് തീരുമാനിക്കുകയും ചെയ്യും. ആൻഡ് സെയ്റ്റൻ മൗണ്ട് നിഫേറ്റ്സിൻ്റെ മുകളിൽ വന്നിരിക്കുകയാണ്. മൗണ്ട് നിഫേറ്റ്സ് എന്ന് പറയുന്നത് പാരഡൈസിൻ്റെ നോർത്താണ്. സോ അവിടെ ഇരുന്നാലും നമുക്ക് പാരഡൈസ് കാണാൻ പറ്റും. സോ ഹീ ഈസ് വാച്ചിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി പാരഡൈസ്. സോ എയ്ഡനിൽ നമുക്കറിയാം, എയ്ഡനെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. എയ്ഡനിൽ ടോളസ്റ്റ് ആയിട്ടുള്ള 2 ട്രീസ് ആണുള്ളത്. അത് അതിൻ്റെ കറക്റ്റ് നടുക്കാണ്. അതായത് ഈ എയ്ഡൻ്റെ കറക്റ്റ് നടുക്ക് 2 ട്രീസ് ആണുള്ളത്. വൺ ഈസ് ദ ട്രീ ഓഫ് ലൈഫ് ആൻഡ് ദി അതർ വൺ ഈസ് ട്രീ ഓഫ് നോളജ്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ട്രീ ഓഫ് ലൈഫും ദി അതർ വൺ എന്ന് പറയുന്നത് ട്രീ ഓഫ് നോളജും ആണ്. ഇങ്ങനത്തെ 2 ട്രീസ് ആണ് അവിടെ ഉള്ളത്. അതിനുശേഷം ആ ട്രീസ് കാണും. അതിനുശേഷം സെയ്റ്റൻ കാണുന്നത് ആഡം ആൻഡ് ഈവിനെയാണ്. ആഡം ആൻഡ് ഈവ് ഒരു ഭയങ്കര ഹാപ്പിയാണ്. അവർ വാൻഡർ ചെയ്തിരിക്കുകയാണ്. അവർക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എവറിത്തിങ് ഈസ് അവൈലബിൾ ഇൻ എയ്ഡൻ ആൻഡ് ദേ ആർ ഹാപ്പിലി അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഹാപ്പിനെസ് കാണുമ്പോൾ തന്നെ സെയ്റ്റന് മനസ്സിലാവും ഇവരുടെ ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അവർ ഗോഡിനോട് ഒബീഡിയൻ്റ് ആയതുകൊണ്ടാണ്. സോ ഹി ഡിസൈഡ്സ് ടു മേക്ക് ദം ഡിസൊബീഡിയൻറ്റ്. അങ്ങനെയാണ് സെയ്റ്റൻ ഈ ഒരു പ്ലാനിലോട്ട് വരുന്നത്. ആൻഡ് സെയ്റ്റൻ ആഡം ആൻഡ് ഈവിനെ കണ്ടുമുട്ടുന്നതിന് മുന്നേ തന്നെ ഗബ്രിയേൽ സെയ്റ്റനെ കാണും. പക്ഷേ പിടിക്കപ്പെടുന്നതിന് മുന്നേ സെയ്റ്റൻ പറന്നു പോകും. ആൻഡ് ഈ ഒരു സമയത്ത് റാഫേൽ ഏഞ്ചലിക് വാറിനെ കുറിച്ച് ആഡത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. അവിടെ നിന്നാണ് നമുക്കും ഒരു ഐഡിയ കിട്ടുന്നത് സെയ്റ്റനും ബാക്കിയുള്ള ഏഞ്ചൽസും എങ്ങനെയാണ് ഫാളൻ ഏഞ്ചൽസ് ആയത് എന്നെല്ലാം നമുക്കൊരു ഐഡിയ കിട്ടുന്നത് ഈ ഒരു ടൈമിലാണ്. ആൻഡ് അക്കോർഡിംഗ് ടു റാഫേൽ ഈ പറയുന്ന ഏഞ്ചലിക് വാർ, അതായത് സെയ്റ്റനും സെയ്റ്റൻ്റെ ബാക്കിയുള്ള ഏഞ്ചൽസും അതുപോലെ തന്നെ ഗോഡിൻ്റെ ബാക്കിയുള്ള ഏഞ്ചൽസും ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് 3-day ഫൈറ്റ് ആയിരുന്നു ഇത് നടന്നിരുന്നത്. ആൻഡ് ഫൈനൽ ബാറ്റിൽ, അതായത് 3rd day വന്നപ്പോഴത്തേക്കും സൺ ഓഫ് ദി ഗോഡ് വന്നു. സൺ ഓഫ് ഗോഡ് ഈ പറയുന്ന സെയ്റ്റനെയും ബാക്കിയുള്ള എല്ലാ ഏഞ്ചൽസിനെയും സിംഗിൾ ഹാൻഡഡ്ലി ഡിഫീറ്റ് ചെയ്ത് അവരെ ബാനിഷ് ചെയ്തു. അവരെ ഹെവനിൽ നിന്ന് ബാനിഷ് ചെയ്തു. അതിനുശേഷമാണ് ഗോഡ് വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ആഡം ആൻഡ് ഈവിനെ ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം. സോ വൈൽ ഗോഡ്, അതായത് ഇവിടെ നമുക്കറിയാം ആഡം ആൻഡ് ഈവിന് ഗോഡ് ഏഡനിൽ ടോട്ടൽ പവർ കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള എല്ലാ ആനിമൽസിൻ്റെ മേലും എല്ലാ ട്രീസിൻ്റെ മേലും വാട്ടറിൻ്റെ മേലും നേച്ചറിൻ്റെ മേലും എല്ലാത്തിനേക്കാളും ഒരു പവർ ആഡം ആൻഡ് ഈവിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ കമാൻഡ് മാത്രമേ ദൈവം കൊടുത്തിട്ടുള്ളൂ. ദാറ്റ് ഈസ് നോട്ട് ടു ഈറ്റ് ഫ്രം ദ ട്രീ ഓഫ് നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ ഓൺ ദി പെനാൽറ്റി ഓഫ് ഡെത്ത്. അതായത് നിങ്ങൾ അതായത് ജ്ഞാനത്തിന്റെ വൃക്ഷത്തിൽ നിന്ന് മാത്രം നിങ്ങൾ ഭക്ഷിക്കരുത്, അതിൽ നിന്ന് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും. സോ ദിസ് ഇസ് ആക്ച്വലി നോട്ട് അതിൻ്റെ ലിറ്റററി സെൻസിലല്ല പറയുന്നത്, ബട്ട് ദാറ്റ് ഈസ് എ ടൈം വോ യു വിൽ ഗെറ്റ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ബാഡ്. ഓക്കെ, അപ്പം ബാഡ് നമ്മൾ ചെയ്താൽ അതിൻ്റെ കോൺസിക്വൻസസ് ആയിട്ട് വരുന്നതാണ് ഡെത്ത്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് സോ ഇഫ് യു ഈറ്റ് ഫ്രം ദാറ്റ് യു ഹാവ് ടു ഫേസ് ഡെത്ത്. അത് മാത്രമാണ് ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു
എന്താണ് ഒരു കമാൻഡ് എന്ന് പറയുന്നത്. അതിനുശേഷം വി ക്യാൻ സീ ദാറ്റ് മിൽട്ടൺ ഹി ഇൻവോക്സ് എ മ്യൂസ് ആൻഡ് ദിസ് ടൈം ഇറ്റ് ഈസ് യുറാനിയ. ഓക്കെ, മൂന്നാമത് പറയുന്നത് യുറാനിയനെയാണ്, ദ മ്യൂസ് ഓഫ് ആസ്ട്രോണമി. അപ്പം ഈ ഒരു മൂന്ന് ഇൻവോക്കിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. In December 2019, there was this question: in Paradise Lost, Milton invokes his heavenly muse Urania at the beginning of which two books? At the beginning of book 1, നമ്മൾ പ്രൊലോഗിൽ കണ്ടു യുറാനിയ ഉണ്ട്. And the second one is in book 7. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തേർഡ് ആയിട്ട് ഇൻവോക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് യുറാനിയ ആയിരുന്നു, തേർഡും യുറാനിയ ആണ്, സെക്കൻഡ് വൺ ഹോളി ലൈറ്റ് ആയിരുന്നു. സോ ഫസ്റ്റ് ബുക്ക് 1ലും പിന്നീട് വരുന്നത് ബുക്ക് 7ലുമാണ്. സോ ദി ആൻസർ ഈസ് ബുക്ക് 1 ആൻഡ് ബുക്ക് 7. ഓക്കെ, സോ ലെറ്റ്സ് കം ബാക്ക് ടു ദി സ്റ്റോറി. ഓക്കെ, അതിനുശേഷം റാഫേൽ ഈ പറയുന്ന കെയോസിൽ നിന്നെല്ലാം സണ്ണിനെ ദൈവം വിടുവാണ് എർത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഭയങ്കര കെയോസ് ആയിട്ട് കിടന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് എർത്തിനെ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതോടെ നൈറ്റ് ആൻഡ് ഡേ വരുന്നു. അതിനുശേഷം വാട്ടർ വരുന്നു, ആനിമൽസിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ ക്രിയേഷൻസും 6 ഡേയ്സിൽ നടക്കുന്നു. ആൻഡ് ഫൈനലി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആഡം ആൻഡ് ഈവ്. ഓക്കെ, ആൻഡ് ആഡം ആൻഡ് ഈവിനെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആഡത്തിന് ഇവരുടെ മേലുള്ള എല്ലാ അധികാരവും കൊടുത്തിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ആഡത്തിന്റെ അതായത് ആഡം കണ്ണു തുറക്കുമ്പം കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് ആഡം എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. കാരണം ആഡം ലൈക്ക് ഹി ഫെൽറ്റ് സോ സാഡ് അപ്പോൺ സീയിങ് ഹി ഡസൻറ്റ് ഹാവ്, അതായത് ആഡത്തിന് കൂട്ടില്ല എന്നുള്ളൊരു ഫീല് വന്ന് ആഡത്തിന് വിഷമമാകുമ്പോഴത്തേക്കും ആഡം ഉറങ്ങിക്കിടക്കുന്ന ഒരു സമയത്ത് ആഡത്തിൻ്റെ റിബ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈവിനെ. ആൻഡ് ആഡം കണ്ണു തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് ഈവിനെയാണ്. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഹി ഇൻസ്റ്റന്റ്ലി ഫെൽ ഇൻ ലവ് വിത്ത് ഹിം. പക്ഷേ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഹാവ് ഗോട്ട് നോ ലസ്റ്റ് വിത്ത് ഇൻ ഈച്ച് അതർ. അതായത് ലവ് എന്ന് പറയുന്നത് ഗുഡായിട്ടും ലസ്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള അവരുടെ ലവും ദ വേസ് ഇൻ വിച്ച് ദേ മേക്ക് ലവിലൊന്നും ലസ്റ്റ് ഇല്ല, ബട്ട് ഇറ്റ് വാസ് പ്യുവർലി ഓഫ് ലവ്. അതൊരു ലവ് അഫെക്ഷൻ വെച്ച് മാത്രമാണ്. ഓക്കെ, സോ ഇവിടെ in book 9 you can find that Satan snake ആയിട്ട് ഡിസ്ഗൈസ്ഡ് ആയിട്ട് ഈ പാരഡൈസിലോട്ട്, അതായത് ഏഡനിലോട്ട് കയറുവാണ്. അപ്പോൾ അവൻ ഈവിനെ കാണും. അപ്പോൾ ഈവ് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്റ്റോറീസ്, അതായത് ഈ പറയുന്ന സേറ്റനെ കുറിച്ചോ ഒന്നും കേട്ടിട്ടില്ല. ഇതെല്ലാം ആഡത്തിനോടാണ് പറയുന്നത്. അപ്പോൾ ഈവിനെ കാണും, ഈവിനോട് പറയും നീ ആ ഫോർബിഡൻ ട്രീയിൽ നിന്ന് കഴിക്കണം. സോ യു വിൽ ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് വാട്ട് ഈസ് ഗുഡ് ആൻഡ് ബാഡ്. യു വിൽ ബി ജസ്റ്റ് ലൈക്ക് ഗോഡ്. നീ ദൈവത്തെ പോലെ ആകും എന്നെല്ലാം പറഞ്ഞ് ഈവിനെ ഭയങ്കരമായിട്ട് അങ്ങ് പ്രൊവോക്ക് ചെയ്യും. ആൻഡ് ഈവ് അതിൽ നിന്നൊരു ഫ്രൂട്ട് എടുത്ത് കഴിക്കും. അത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും തന്നെ ഈവ് കറപ്റ്റഡ് ആവും. ഈവ് കറപ്റ്റഡ് ആയി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഈവിൻ്റെ തോട്ട് എന്ന് പറയുന്നത് ആഡത്തിനെയും കൂടെ കറപ്റ്റ് ആക്കുക എന്നുള്ളതാണ്. കാരണം ഒറ്റയ്ക്ക് പുറത്തു പോകുക എന്ന് പറയുന്നത് പാടാണ്. സോ ആഡം ഉണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് ആവും. സോ ഈവിൻ്റെ ആദ്യത്തെ ഫോളൻ ഐഡിയ എന്ന് പറയുന്നത് ആഡത്തിനെ കറപ്റ്റ് ആവുകയാണ്, സോ ദാറ്റ് ദേ വിൽ ബി ഈക്വൽ. പക്ഷേ ഈ ഒരു സമയം കൊണ്ട് ആഡത്തിന് മനസ്സിലാവും, അതായത് അവരുടെ പാരഡൈസിലുള്ള താമസം ഏകദേശം തീരാറായി. ആൻഡ് എനിഹൗ അവൻ ആദ്യമേ ഈവിനോട് ഭയങ്കരമായിട്ടൊക്കെ ദേഷ്യം വന്നാലും ഫൈനലി ഹി ഡിസൈഡ്സ് ടു ബി വിത്ത് ഹർ ടിൽ ദി എൻഡ്. കാരണം അവൻ സ്നേഹിക്കുന്ന പെണ്ണാണ്. അപ്പോൾ അവളെ ഒറ്റയ്ക്ക് വെളിയിലോട്ട് വിടുക എന്ന് പറയുന്നത് ഹി ഡസൻറ്റ് നോ വാട്ട് ഈസ് ദെയർ ഔട്ട്സൈഡ് ദി വേൾഡ്. ഓഫ് കോഴ്സ് അത് ട്രബിൾ ആയിരിക്കും എന്നറിയാം. സോ ആഡം വില്ലിംഗ്ലി ഡിസൈഡ്സ് ടു ഈറ്റ് ദി ഫ്രൂട്ട് ആൻഡ് ഹി ഈറ്റ്സ് ദി ഫ്രൂട്ട് ആൻഡ് ഹി ഓൾസോ ഫീൽസ് ഇൻവിഗറേറ്റഡ് അറ്റ് ഫസ്റ്റ്. ആൻഡ് അവർക്ക് അവരുടെ പാപം എന്താണെന്ന് മനസ്സിലാകും, അവർക്ക് പാരഡൈസ് ലോസ്റ്റ് ആയെന്നും മനസ്സിലാകും. ആൻഡ് ഈ ഒരു സമയത്ത് ഈ കപ്പിളിൻ്റെ അടുത്ത് ജഡ്ജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ കപ്പിളിനെ ജഡ്ജ്മെന്റ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോഡിന്റെ സണ്ണിനെ അയക്കുവാണ്. അപ്പം ആദ്യമേ സണ്ണ് ജഡ്ജ് ചെയ്യുന്നത് സെർപ്പന്റിനെയാണ്, സ്നേക്കിനെയാണ്. ആൻഡ് ഹി ഓർഡൻസ് ദാറ്റ്, അതായത് സൺ ഓഫ് ഗോഡ് പറയുന്നത് സ്നേക്കുകൾക്ക് ഒരിക്കലും വേറൊരു ഷേപ്പിലോട്ട് മാറാൻ പറ്റത്തില്ല. ഫോർ ആസ് ലോങ് ആസ് ദി വേൾഡ് ഈസ് ദെയർ, ആസ് ലോങ് ആസ് എർത്ത് എക്സിസ്റ്റ്, സ്നേക്ക് ഷുഡ് ക്രോൾ ഇൻ ദെയർ ബെല്ലീസ്. അവരെപ്പോഴും എഴിഞ്ഞ് മാത്രമേ നടക്കാൻ പറ്റത്തുള്ളൂ. കാരണം സ്നേക്ക് എന്ന് പറയുന്നത് സ്നേക്ക് ആയിരുന്നില്ല, ബട്ട് ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയുക, സേറ്റൻ വേഷം മാറി വന്നതാണ്. പക്ഷേ
പറയുന്നത് അതിൽ കാര്യമില്ല, they have to crawl till the end and never to carry themselves upright again. അതിനുശേഷം ആഡം ആൻഡ് ഈവിനോട് പറയും, അതായത് അവരും സർപ്പവും, അതായത് സ്നേക്കും ആഡത്തിൻ്റെ ഈവിൻ്റെയും പിള്ളേരും they will always fight with each other. അതായത് സ്നേക്ക് എപ്പോഴും മനുഷ്യരെ കടിക്കാനായിട്ട് നോക്കും, അതുപോലെ തന്നെ മനുഷ്യർ എപ്പോഴും സ്നേക്കിനെ കൊല്ലാനായിട്ട് നോക്കും. ഈവൻ ഇഫ് നത്തിങ് ഹാപ്പൻസ് ബിറ്റ്വീൻ ദം they will always be like enemies. അങ്ങനെ ഒരു ഇത് വരും. ആൻഡ് അതുപോലെ തന്നെ നെക്സ്റ്റ് ജഡ്ജ്മെന്റ് കൊടുക്കുന്നത് ഈവാണ്. ഈവും ഇനി വരുന്നുള്ള എല്ലാ വിമനും they have to follow they have to give birth in pain. Okay, there wouldn't be nothing called happiness for them. And അവരുടെ ഹസ്ബൻഡിന് സബ്മിറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ആഡം ആൻഡ് ഓൾ മെൻ they have to hunt. Okay, they have to labor to hunt and labor to eat. കാരണം പാരഡൈസിൽ അവർക്ക് ഒന്നും ചെയ്യണ്ടായിരുന്നു, ഫ്രൂട്ട്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, everything was at hand. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല. You have to നമ്മൾ ബൈബിൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, നെറ്റിയിലെ വിയർപ്പുകൊണ്ട് ഭക്ഷിക്കണം എന്നൊക്കെ പറയുന്ന പോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് വേണം ഇനി കഴിക്കാൻ എന്നുള്ളൊരു രീതിയിൽ പറയാം. യു ആർ നോ ലോങ്ങർ ഗിവൻ എനി ഫ്രീ ബീസ്. So the devils have all been transformed into snakes along with Satan. അതിനുശേഷം സേറ്റൻ തിരിച്ചു പോകും. തിരിച്ചു വരുന്ന സമയത്താണ് സേറ്റന് മനസ്സിലാവുന്നത് ഒരു ഏഞ്ചലിനും ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഓൾ ദേ ക്യാൻ ഡു ഈസ് മേക്ക് ഹിസ് സൗണ്ട്സ്. കാരണം അന്നേരമാണ് മനസ്സിലാവുന്നത് എല്ലാ ഏഞ്ചൽസും fallen ഏഞ്ചൽസും സ്നേക്സ് ആയിട്ട് മാറിയെന്നും. And ഈ ഒരു സമയത്ത് he commands Archangel Michael to go down to the earth and escort Adam and Eve out of paradise. So remember, മൈക്കിളിനാണ് ആഡം ആൻഡ് ഈവിനെ പാരഡൈസിൽ നിന്ന് വെളിയിലാക്കാനായിട്ടുള്ള ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെയും മൈക്കിൾ വന്നിട്ട് ഈവിനെ ഉറക്കിയിട്ട് ആഡത്തിനെ ഏറ്റവും ഉയരം കൂടിയ ഒരു മലയുടെ മുകളിൽ കൊണ്ടുവന്നിട്ട് എന്താണ് ഫ്യൂച്ചർ എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ആഡം കെയിൻ ആൻഡ് ആബേലിനെ കാണും, കെയിൻ ആബേലിനെ കൊല്ലുന്നത് കാണും, ആൻഡ് കെയിൻ ഹൗ ഹി ബിക്കംസ് ദി ഫസ്റ്റ് മർഡറർ കാണും. അതിനുശേഷം എല്ലാവരും ഇങ്ങനെ ഗാംബ്ലിങ്ങും അങ്ങനെയുള്ള ഡാൻസ് ഗെയിംസ് അങ്ങനെയുള്ള ദി സോ കോൾ കറപ്റ്റഡ് ആയിട്ടുള്ള യു ക്യാൻ സീ ഹൗ മെൻ ഗെറ്റ്സ് കറപ്റ്റഡ് ദെയർ. ആൻഡ് ഫൈനലി ദി ഗ്രേറ്റ് ഫ്ലഡ് കാണും ആൻഡ് ഹൗ നോ സക്സീഡ്സ് ഇറ്റ്. ആൻഡ് ഫൈനലി ഹി സീസ് ദി സൺ ഓഫ് ഗോഡ് ജീസസ് സാക്രിഫൈസിങ് ആൻഡ് യുണൈറ്റിംഗ് ഹെവൻ ആൻഡ് എർത്ത്. അപ്പോൾ ഇവിടെ ഈ സൺ ഇത്രയും നേരം കാണുമ്പോഴും ആഡം വാസ് സോ സാഡ്. കാരണം ആഡമും ഈവും ചെയ്തതിൻ്റെ പാപത്തിന്റെ ഒരു ഇതാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നത്. ആൻഡ് ഫൈനലി വെൻ ഹി സീസ് ദ സൺ ഓഫ് ഗോഡ് ഹി ഈസ് കൺഫ്രണ്ടഡ് and he can hardly believe that out of his evil deed so much good will come. So now he ആഡമും ഈവും കൂടെ പാരഡൈസിൽ നിന്ന് ഇറങ്ങാനായിട്ട് തീരുമാനിക്കും. So slowly and tearfully we can see that അവർ രണ്ടുപേരും മൈക്കിളിൻ്റെ കൂടെ പാരഡൈസിൽ നിന്ന് ഇറങ്ങുവാണ്. So this is the story of Paradise Lost. In June 2020, there was this question: which book of Paradise Lost incorporates the speech rhythm of Adam and Eve's marital quarrel? Which book of Paradise Lost incorporates the speech rhythm of Adam and Eve's marital quarrel? Book 4, Book 6, Book 7 and Book 9. So നമുക്കറിയാം ബുക്ക് 9-ലാണ് ആഡം ആൻഡ് ഈവ് ടെംപ്റ്റ് ആവുന്നത്. അല്ല, ഈവ് ടെംപ്റ്റായി ഈവ് ഫ്രൂട്ട് കഴിച്ച് ആഡത്തിനെ ചെയ്യുന്നത്. അത്രയും നാൾ വരെ ആഡം എന്ത് പറഞ്ഞാലും ഈവ് ഒരിക്കലും തിരിച്ചു പറയത്തില്ല. ആൻഡ് ആഡം അങ്ങനെ വഴക്കും പറയുന്ന കൂട്ടത്തിലല്ല, ബിക്കോസ് നത്തിങ് ഹാപ്പൻസ് ബിറ്റ്വീൻ ദം, എവറിത്തിങ് ഈസ് ലവ്, എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. പക്ഷേ ഈ ഫ്രൂട്ട് കഴിച്ചു കഴിയുമ്പോഴാണ് ദേ സ്റ്റാർട്ട് ടു ഫൈറ്റ് വിത്ത് ഈച്ച് അതർ. സോ ദിസ് ഹാപ്പൻസ് ഇൻ ബുക്ക് 9, ദാറ്റ് ഈസ് ഓപ്ഷൻ 4. ഇനി ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പാരഡൈസ് ലോസ്റ്റിൻ്റെ ഈ പറയുന്ന പ്ലോട്ടും അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടേഴ്സും എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് പാരഡൈസ് ലോസ്റ്റിനെ കുറിച്ചിട്ടുള്ള ക്രിട്ടിക്കൽ കമൻസ് ആണ്. ഓക്കെ, ഇത് ക്രിട്ടിക്കൽ കമൻസ് ഓൺ പാരഡൈസ് ലോസ്റ്റ് ആണ്. ബാക്കിയുള്ള റൈറ്റേഴ്സും ഓതേഴ്സും ക്രിറ്റിക്സും എല്ലാം പാരഡൈസ് ലോസ്റ്റിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കാരണം നമുക്കറിയാം ജോൺ മിൽട്ടൺ ആൻഡ് പാരഡൈസ് ലോസ്റ്റ് ബോത്ത് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം എ ലിറ്റററി പെർസ്പെക്റ്റീവ്. സോ ജോൺ ഡ്രൈഡൻ്റെ ദ സ്റ്റേറ്റ് ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്നത് പാരഡൈസ് ലോസ്റ്റിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ്. റിമെമ്പർ ദാറ്റ് ജോൺ ഡ്രൈഡൻ്റെ ദ സ്റ്റേറ്റ് ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്നത് പാരഡൈസ് ലോസ്റ്റിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ്. അതുപോലെ തന്നെ ജോസഫ് അഡിസണും ഒരു പാരഡൈസ് ലോസ്റ്റിനെ കുറിച്ചിട്ട് ഒരു സീരീസ് ഓഫ് എസ്സേസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അലക്സാണ്ടർ പോപ്പ് അദ്ദേഹത്തിൻ്റെ ദ റേപ്പ് ഓഫ് ലോക്ക് എന്ന് പറയുന്നത് പാരഡൈസ് ലോസ്റ്റിൻ്റെ ഒരു പാരഡിയാണ്. അതുപോലെ തന്നെ ദി അനദർ എൻലൈറ്റൻമെൻറ്റ് ഏജ് ക്രിട്ടിക് ദാറ്റ് ഈസ് സാമുവൽ ജോൺസൺ മിൽട്ടൻ്റെ ഒരു അത്ര ഫേവറബിൾ ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു ആളായിരുന്നില്ല. സോ അക്കോർഡിംഗ് ടു ഹിം
Paradise Lost shows off Milton's peculiar power to astonish, and that Milton seems to have been well acquainted with his own genius and to know what it was that nature had bestowed upon him more bountifully than upon the others. അതായത് according to Samuel Johnson, പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്നത് മിൽട്ടൻ്റെ ഒരു ലിറ്റററി എബിലിറ്റി, അതായത് മിൽട്ടൺ എന്തുമാത്രം ഒരു ലിറ്റററി ജീനിയസ് ആണ്, മിൽട്ടൻ്റെ എബിലിറ്റി ടു റൈറ്റ് ഏറ്റവും കൂടുതൽ എവിഡൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഷോ ഓഫ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത് പാരഡൈസ് ലോസ്റ്റ് ആണെന്നാണ് സാമുവൽ ജോൺസൺ പറയുന്നത്. അതുപോലെ തന്നെ വില്യം ബ്ലേക്ക് we know the reason Milton wrought in fetters when he wrote of angels and God and at liberty when of devils and hell is because he was a true poet and of the devil's party without knowing it. Okay, അതായത് വില്യം ബ്ലേക്ക് പറയുന്നത് മിൽട്ടൺ ഗോഡിനെ കുറിച്ചും ഹ്യൂമൻസിനെ കുറിച്ചും ക്രിയേഷൻസിനെ കുറിച്ചും ഒക്കെ പറയുമ്പം ഭയങ്കര സൂപ്പർഫിഷ്യൽ ആയിട്ടാണ് പറയുന്നത്. പക്ഷേ സെയ്റ്റിനെ കുറിച്ച് പറയുമ്പം കുറച്ചും കൂടെ ഒരു ഹ്യൂമനിസ്റ്റിക് ആയിട്ടാണ് പറയുന്നത്. അതിന് ബ്ലേക്ക് പറയുന്ന റീസൺ എന്ന് പറയുന്നത് മിൽട്ടൺ പോലും അറിയാതെ മിൽട്ടൺ സപ്പോർട്ട് ചെയ്തത് സെയ്റ്റിനെ ആയതുകൊണ്ടാണ്. ദിസ് ഇസ് ആക്ച്വലി എ വെരി ഗ്രേറ്റ് സ്റ്റേറ്റ്മെന്റ്. യു ഹാവ് ടു ലുക്ക് ദാറ്റ് ആൻഡ് ദിസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1719. അപ്പം അതാണ്. അപ്പം ഇത് ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഈ പറയുന്ന ബൈറോണിക് ഹീറോ, അതായത് സെയ്റ്റനോടുള്ള ഒരു സിമ്പതി, സെയ്റ്റൻ സപ്പോർട്ടേഴ്സ്, അങ്ങനെയുള്ള കോൺസെപ്റ്റ് ഒക്കെ വരുന്നത്. In December 2018, there was this question: in which work does William Blake say that Milton was a true poet and of the devil's party without knowing it? London, Song of Innocence, The Marriage of Heaven and Hell, The Chimney Sweeper. So we know the answer, that is The Marriage of Heaven and Hell. ഈ ഒരു വർക്കിലാണ് വില്യം ബ്ലേക്ക് മിൽട്ടൺ ഡെവിൽ പാർട്ടിയാണ്, മിൽട്ടൺ പോലും അറിയാതെ മിൽട്ടൺ ഡെവിൽ പാർട്ടിയിലായതുകൊണ്ടാണ് മിൽട്ടൺ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് സെയ്റ്റൻ്റെ പ്രോബ്ലംസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതെന്ന് ബ്ലേക്ക് പറയുന്നത്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3, ദ മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ. ഓക്കെ, സിമിലർലി ദർ ഈസ് അനദർ വർക്ക് റിട്ടേൺ ബൈ പി ബി ഷെല്ലിയുടെ പ്രൊമീത്തിയസ് അൺബൗണ്ട് എന്ന് പറയുന്നത് ഈ സെയ്റ്റനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അതുപോലെ തന്നെ വില്യം എംസന്റെ മിൽട്ടൺസ് ഗോഡ് എന്ന് പറയുന്ന ഒരു എസ്സേയിൽ he says that Milton deserves credit for making God wicked, since the God of Christianity is a wicked God. Okay, അതായത് പോസ്റ്റ് മോഡേണിസം ആ ഒരു ടൈം ഒക്കെ വന്ന് പോസ്റ്റ് സ്ട്രക്ചറലിസം ഡീകൺസ്ട്രക്ഷൻ ഒക്കെ വന്നപ്പം പാരഡൈസ് ലോസ്റ്റിന് ഒരു നെഗറ്റീവ് ഇന്റർപ്രിട്ടേഷൻ വളരെ കൂടുതലായി. നെഗറ്റീവ് ഇന്റർപ്രിട്ടേഷൻ ഇൻ ദ സെൻസ് സെയ്റ്റന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആന്റി ഹീറോ ഇന്റർപ്രിട്ടേഷൻസ് ഒത്തിരി കൂടുതലായിട്ട് വന്നു. ആൻഡ് മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈൻ, അതിൽ ആ ക്യാരക്ടർ വായിക്കുന്ന ബുക്ക് എന്ന് പറയുന്നതും പാരഡൈസ് ലോസ്റ്റ് ആണ്. ആൻഡ് അതുപോലെ തന്നെ വേർഡ്സ്വർത്ത് ഹി അഡ്രസ്സസ് മിൽട്ടൺ ഇൻ ഹിസ് സോണറ്റ് ലണ്ടൻ 1802. ആൻഡ് സ്റ്റാൻലി ഫിഷിൻ്റെ ഒരു വർക്കാണ് സർപ്രൈസ്ഡ് ബൈ സിൻ ദ റീഡർ ഇൻ പാരഡൈസ് ലോസ്റ്റ്. സോ ദീസ് ആർ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്രിട്ടിക്കൽ കമൻറ്റ്സ് ഓഫ് പാരഡൈസ് ലോസ്റ്റ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത് ജോൺ മിൽട്ടനെ കുറിച്ചും ജോൺ മിൽട്ടൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് പാരഡൈസ് ലോസ്റ്റിനെ കുറിച്ചുമാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോൺ മിൽട്ടൺ എന്ന് പറയുന്നത് പാരഡൈസ് ലോസ്റ്റ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള വർക്ക്സ് എല്ലാം ലിഗറോ, പെൻസ്റോ, ലിസീരിയസ്, ഇതെല്ലാം അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു നമ്മൾ LMS മിൽട്ടൻ്റെ ടോപ്പിക്ക് കവർ ചെയ്തപ്പം ഇറ്റ് ടുക്ക് 5 or 6 വീഡിയോസ് ടു കവർ ഇറ്റ്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് മിൽട്ടൺ എന്ന് പറയുന്നത്. ബട്ട് ഐ തിങ്ക് യു വിൽ ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് മിൽട്ടൺ ത്രൂ ദിസ് വീഡിയോ ആൻഡ് ഓൾസോ ആൻ ഐഡിയ അബൌട്ട് പാരഡൈസ് ലോസ്റ്റ്. കാരണം നിങ്ങളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് ഹൗ മച്ച് വെയിറ്റേജ് ക്യാൻ പാരഡൈസ് ലോസ്റ്റ് എക്സ്പെക്ട് ഫോർ NTA NET എക്സാം. ആൻഡ് ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് വെരി ഹെൽപ്ഫുൾ. നമ്മുടെ അടുത്ത വീഡിയോസിലും നമ്മൾ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെയും അവരുടെ മെയിൻ ആയിട്ടുള്ള വർക്ക്സിനെയും കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കും. So that's all for this video. Thank you.